ഗുഡ് വൺ. നല്ല യൂത്തിന് പറ്റിയതാ. നല്ല പടം. ചെറിയൊരു വില്ലൻ വേഷം ചെയ്തിട്ടുണ്ട്. കുറെ നാളായി റിലീസിങ്ങിന് വെച്ചേക്കണ, ഇപ്പോഴും റിലീസായത്. വളരെ സന്തോഷം. ക്യാരക്ടർ വെച്ചാൽ ഫുള്ള് തേപ്പാണ് പടം. അറിയാലോ, ഫുള്ള് തേപ്പാണ്. അപ്പം എന്നെ തേക്കേണ്ട ഒരു 3-4 പേര്, ലാസ്റ്റ് ഞാനും തേപ്പ് കൊടുക്കുന്നുണ്ട്. ഇതാണ് പടം, എല്ലാവരും കാണണം. ഇഷ്ടപ്പെട്ടോ? ഞങ്ങള് വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു പടമാണത്. ഞങ്ങൾ ഏറ്റവും എന്തായാലും നിങ്ങൾ പടം കാണണം. അടിപൊളി, സൂപ്പർ. ഞാൻ ഈ സിനിമയിൽ അഭിനയിക്കുന്നുണ്ട്. ഞാൻ നല്ല സിനിമയാണ്, നല്ല ഭംഗിയായി. സിനിമ ഒരു ന്യൂജൻ ഒരു സിനിമ, കോളേജ് സ്റ്റുഡൻസിനൊക്കെ ഇഷ്ടപ്പെടുന്ന ടൈപ്പ് ഒരു സിനിമ. നമസ്കാരം. നല്ലൊരു മൂവിയാണ്. കാരണം നേരത്തെ ഇറങ്ങേണ്ട ഒരു സിനിമയാണ് വവ്വാലം പേരയ്ക്ക്. ഓശാന സിനിമ കഴിഞ്ഞ ദിവസം കണ്ടു. ആ ഡയറക്ടർ തന്നെയാണ് മനോജ് അങ്കമാലി. അദ്ദേഹത്തിൻ്റെ ഒരു നല്ലൊരു മൂവിയാണ്. പിന്നെ ജാഫ്രിഡിക്ക് അദ്ദേഹത്തിൻ്റെയൊക്കെ ഒരു വ്യത്യസ്തമായ ഒരു പ്രമേയം. പിന്നെ അതുപോലെ തന്നെ സുനിൽ സുഗത, അങ്ങനെ ഒരുപാട് പേര് അഭിനയിച്ചു. പിന്നെ നല്ല പാട്ടുകളുണ്ട്. പിന്നെ ചിരിക്കാനുണ്ടാവും, ഒരുപാട് ചിരിച്ചു. സത്യം പറഞ്ഞാൽ വവ്വാലം പേരയ്ക്ക് ഒരു വ്യത്യസ്തമായ ഒരു പ്രമേയം. എന്തായാലും മനോഹരനെ ഇനിയും സിനിമകൾ കിട്ടട്ടെ. എല്ലാവരും ആശംസയിലൂടാ. അങ്ങനെ ഒരുപാട് ചിരിച്ചില്ലേ? പിന്നെ ചിരി കാരണം തിയേറ്ററിൽ ഭയങ്കര വേളമാണ്. നല്ല ന്യൂജൻ കോമഡി. പിന്നെ സന്ദേശം എന്ന് പറഞ്ഞാൽ ഇന്ന് തേപ്പ് എന്ന് പറഞ്ഞാൽ പ്രണയം. ചിലവർ സത്യസന്ധമായിട്ട് സ്നേഹിക്കും, ചിലവർ തേക്കും. അതിൻ്റെ ഒരു സന്ദേശം കൊടുത്തിരിക്കുന്നത്. കാരണം ചില ചൂഷണം ചെയ്യുന്ന പ്രണയത്തിൻ്റെ പേരിൽ പൈസ വാങ്ങുക, അതുപോലെ തന്നെ ചതിക്കുക, അതിൻ്റെ പേരിൽ ചിലർ ആത്മഹത്യ ചെയ്യുക, അങ്ങനെ ഒരു സന്ദേശം ഈ സിനിമയിലുണ്ട്. നല്ലൊരു സബ്ജക്റ്റാണ്. എന്തായാലും നേരത്തെ ഷൂട്ട് ചെയ്താണ്, താമസിച്ചാണ് പടം ഇറങ്ങിയത്. ഒരുപാട് അനുഭവം ഉണ്ട്. അലിൻ ജോസ് പെരേരനൊക്കെ പറ്റിച്ചാർന്നല്ലോ. ഇപ്പൊ എന്റെ ലൈഫിൽ സംഭവിച്ചപ്പോ ഞാൻ പെണ്ണുങ്ങളെ കയ്യിൽ നിന്നാണ് പൈസ മേടിച്ച് ലൈഫ് ചെയ്യണം. ഇത് നേരത്തെ തിരിച്ച് ആണുങ്ങൾക്ക് അങ്ങോട്ട് പൈസ കൊടുത്തിട്ട് പെണ്ണുങ്ങളെ സംഭവമാണ്. നമ്മള് നേരെ തിരിച്ചാ. കാരണം നമ്മള് മറ്റേ പെണ്ണുങ്ങളിൽ നിന്ന് പൈസ മേടിച്ച് ഫുഡ് അടിക്കുക, കാര്യങ്ങള് അല്ലല്ല, നമ്മുടെ ലൈഫ് നേരെ തിരിച്ചാണ് എഴുതിയിരിക്കുന്നത്. ഒരു ഫാമിലി എന്റർടൈൻമെന്റ്, ഒരു പ്രണയമുണ്ട്, ഫാമിലി ഉണ്ട്, റിവെഞ്ച് ഉണ്ട്, ഒരു പെൺപിള്ളേരുടെ കഴിഞ്ഞിട്ടെന്ന് പറയാം. ചേട്ടൻ എന്തായാലും കഴിഞ്ഞ ഓശാന കണ്ടു. ഓശാന മൂവി നല്ല ഗംഭീരമായിരുന്നു. വളരെ വ്യത്യസ്ത പ്രമേയം. എന്തായാലും എല്ലാവരും കാണും. അതൊരു ഹാപ്പി മൊമെന്റ് ആണ്. കാരണം നമ്മൾ ഇത്ര നാളും ഒരു 5 years ആയി ഇത് റിലീസാകുന്നതിന് കാത്തു നിൽക്കുന്നു. അപ്പം കണ്ടതിൽ സന്തോഷം. മലയാളത്തിന്റെ ഉണ്ടല്ലോ. അപ്പം താങ്ക് യു സോ മച്ച്. കഥാപാത്രത്തെ കുറിച്ച് പറയും. നല്ല തേപ്പ് കിട്ടുന്നു, അത് പടം വന്ന് മനസ്സിലായി. അതെ അതെ, ഒരുപാട് പെണ്ണുങ്ങൾ ഇങ്ങനെ കാണിക്കുന്നുണ്ട്. അത് ഇപ്പൊ ഈ പരിപാടി കാണിക്കുന്നു. എങ്ങനെയുണ്ട് ഫസ്റ്റ് ഫിലിം എന്ന രീതിയിൽ? ഇനിയും സിനിമകൾ വരട്ടെ. സൂപ്പർ മൂവി എല്ലാവരും കാണാം. ഞാൻ ഇതിനകത്ത് ഗ്രീറ്റിംഗ് എന്ന് പറഞ്ഞ ഒരു ക്യാരക്ടറായിട്ടാണ് അഭിനയിക്കുന്നത്. അതുപോലെ തന്നെ ഞാൻ ഹർഷ എന്ന് പറയുന്ന ക്യാരക്ടറായിട്ട് അഭിനയിക്കുന്നത്. അതെ, എല്ലാവരും മൂവി ഒന്ന് കാണാം, വിജയിപ്പിക്കുക. താങ്ക് യു. ഒരു 6 years മുമ്പുള്ള സ്റ്റോറിയാണിത്. അപ്പോൾ ആ ഒരു കൺസെപ്റ്റിൽ നിങ്ങൾ കണ്ടാൽ മതി. അപ്പോൾ ഇത് കഴിഞ്ഞിട്ടാണ് ഇപ്പോഴല്ലേ ഇറങ്ങുന്നത്. അപ്പം എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. എല്ലാവരോടും ഇത് ഈ മൂവി വന്ന് കാണണമെന്ന് പറയാണ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ് ഫോർ മിസ്റ്റർ മനോജ് ആൻഡ് ടീം. നല്ലൊരു ടീമാണ്. എല്ലാവരും കണ്ടു വിജയിപ്പിക്കുക. ദാറ്റ്സ് ഓൾ. ഹായ്, നമസ്കാരം. അപ്പോൾ വവ്വാലും പേരയ്ക്കും സിനിമ കണ്ടിറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ അതിലെ നായകനുണ്ട്, 2 നായകന്മാരുണ്ടല്ലേ? വില്ലനാണല്ലേ? അപ്പോൾ അതിലെ വിശേഷങ്ങൾ ചോദിക്കാം. പേരെന്താണ്? സോണി ജോൺ. കഥാപാത്രത്തെ പറ്റി പറയും. എൻ്റെ കഥാപാത്രം സഞ്ജു എന്ന് പറയുന്നൊരു കഥാപാത്രമാണ്. ഒരു ഫ്ലേർട്ടാണ് പൊതുവെ. പെണ്ണുങ്ങളെ പറ്റിച്ച് പൈസ ഉണ്ടാക്കി ജീവിക്കുക, അങ്ങനെ ലൈഫ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്ന ആളുടെ ലൈഫിലേക്ക് പറ്റിച്ചേച്ച് അവരെ ഓസി ജീവിക്കുക, അതാണ് സഞ്ജുവിൻ്റെ സ്വഭാവം. അപ്പം അങ്ങനെ
അതേപോലെ നടക്കുന്ന വേറൊരു പെണ്ണിനെ അവൻ കണ്ടുമുട്ടുന്നതും അതിനുശേഷമുള്ള സംഭവ വികാസങ്ങളാണ്. ഇപ്പൊ നമ്മുടെ ലൈഫിലും നമ്മളിങ്ങനെയാണ് കേട്ടോ, നമ്മള് ലേഡീസിന്റെ പൈസ മേടിച്ച് ഫുഡ് അടിക്കുക കാര്യങ്ങളൊക്കെയാണ്. നേരെ ഓപ്പോസിറ്റ് ആണ് സിനിമയിലേക്ക്. അപ്പൊ വേറൊരു ആക്ടർ ഉണ്ട്, പേരെന്താണ്? എൻ്റെ പേര് സുൽഫി. ഇതിലെ കഥാപാത്രത്തെ പറ്റി ഇതിലെന്ന് വെച്ചാൽ ഞാൻ കോടീശ്വരനാണ്. ആ കോടീശ്വരനെ തേച്ച് പറ്റിച്ച് മടക്കി പെട്ടിയിലാക്കി വെറുതെ വിടും. കോട്ടന്റെ വിട്ടില്ലേ? കോട്ടിട്ടൊന്നുമില്ല. കോട്ടന്റെ ഇടാൻ ഇല്ല, കഥാപാത്രം കോട്ടായിട്ട് വരെ തന്നെ കോട്ടുണ്ടോ? അത് അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് ഡയറക്ടർ തന്നത്. അപ്പൊ ഇദ്ദേഹമാണ് അതിന്റെ ഹീറോ. അപ്പൊ ഞാൻ ഇദ്ദേഹത്തിന്റെ കൂടെ അത് ശരിക്കും പറയാ ഞാൻ ശരിക്കും പറഞ്ഞാൽ നടന്ന സംഭവമാണ് ഇത്. ശരിക്കും പറഞ്ഞാൽ എല്ലാവരും വന്ന് കാണണ്ട, മനസ്സിലായി? ഇത് ശരിക്കും കാണേണ്ട സിനിമ തന്നെയാണ്. എല്ലാവരും വന്ന് ഈ തിയേറ്ററിൽ വന്ന് കാണുന്നത്. നമസ്കാരം. വവ്വാലും പേരയ്ക്കും പേര് കേൾക്കുമ്പോൾ തന്നെ ഒരു പുതുമയുണ്ട്. കാരണം മനോജ് ചേട്ടൻ നമ്മുടെ സുഹൃത്താണ്, മനോജ് അങ്കമാലി. അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ ദിവസം ഓശാന എന്നൊരു മൂവി ഇറങ്ങിയായിരുന്നു, ഞങ്ങൾ സപ്പോർട്ട് ചെയ്തൊരു മൂവിയാണ്. അപ്പോൾ ഒരു കൊച്ചു മൂവി എന്ന് പറഞ്ഞാൽ കൊച്ചു മൂവി തന്നെയാണ്. അതിൽ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ആക്ടറെ രണ്ടുപേരെ കിട്ടിയിരിക്കുന്നത്. ഇദ്ദേഹം നായകനായിട്ട് ഇദ്ദേഹം ഒരു നെഗറ്റീവ് റോളും ചെയ്തു. ഇപ്പോൾ രണ്ടുപേരെ കിട്ടിയിരിക്കുന്നത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ ക്യാരക്ടർ ശരിക്കും ചിരിച്ച് മരിച്ചു ലാസ്റ്റ് ക്ലൈമാക്സ് ഒക്കെ. പിന്നെ അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ പെർഫോമൻസ്, ഇപ്പം ഞാൻ ഉദാഹരണമായിട്ട് ഒരു ടൊബീനോ എന്നൊക്കെ പറഞ്ഞു, പക്ഷേ ആ ക്യാരക്ടർ അടിപൊളിയാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത്. പിന്നെ ഇടുക്കി ജാഫർക്ക പക്ക സപ്പോർട്ടായിരുന്നു പടത്തിന്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ സുനിൽ സുഗത, അങ്ങനെ സീമ ചേച്ചി, അങ്ങനെ ഒരുപാട് പേര് ചെയ്തു. അത് പാട്ടുകളൊക്കെ ഗംഭീരമായിട്ടുണ്ട്. ചിരിക്കാനുണ്ടായിരുന്നു. ഒരു എന്റർടൈൻമെന്റ് തന്നെയായിരുന്നു പടം. കാരണം ഇനിയും സിനിമകൾ വരട്ടെ. അപ്പൊ ഇതൊരു ന്യൂജൻ പടമാണ്. ഇപ്പോൾ ഒരു തേപ്പ് നടക്കുന്ന റിവെഞ്ച് സ്റ്റോറിയാണ്, ലവ് സ്റ്റോറിയാണ്. എല്ലാവരും ഒരു ഫാമിലി യൂത്ത് എന്റർടൈൻമെന്റ് സിനിമയാണ്, എല്ലാവരും ചെയ്തുള്ള സിനിമയാണ്. മനു എന്നുള്ള കഥാപാത്രം ചെയ്തു. ഒരുപാട് മാറ്റങ്ങൾ വന്നു. ഒരുപാട് വർഷങ്ങളുള്ള പോയിട്ടാണല്ലോ ഇപ്പോൾ ഈ സിനിമ തിയേറ്ററിലേക്ക് എത്തിയ വവ്വാലും പേരയ്ക്കും. എന്ത് തോന്നുന്നു? ഇപ്പോൾ 5 വർഷമായെന്ന് പറയുന്നത് കേട്ടു. അതെ, അത് ഇറങ്ങുമ്പോൾ ഒരു സന്തോഷമുണ്ട്. എന്തായാലും ആ സമയത്ത് ഒരു എല്ലാ യൂത്തിനെ വെച്ചിട്ട് ചെയ്ത സിനിമയായിരുന്നു അത്. യുവാക്കളുടെ ഒരു സിനിമയായിട്ട് എടുത്താണെന്ന്. താങ്കൾ ഇതിലൊരു ചെറിയൊരു വ്യത്യസ്തമായിട്ടൊരു ലുക്കിൽ കണ്ടു, അതിനെപ്പറ്റി ഞാൻ പറയുന്നില്ല. അല്ല, അതിന് ഡയറക്ടറുടെ ഇതാണ്. ഡയറക്ടർ പറയുന്നത് നമ്മൾ ചെയ്യുക, അത്ര തന്നെ ഉള്ളൂ. ഡയറക്ടറാണ് അതിന്റെ കാര്യങ്ങളൊക്കെ. PR ചേട്ടനുണ്ട്. രണ്ടു വാക്കല്ല, വവ്വാലും പേരയ്ക്കയും ഇത് വർഷങ്ങളായി നമ്മുടെ കൂടെ തന്നെയുള്ള പടമാണ്. ഇത് കുറച്ച് ഇറങ്ങാൻ കുറച്ച് വയ്യെങ്കിലും ഇപ്പോഴേ ഇറങ്ങിയത് വളരെയധികം സന്തോഷമുണ്ട്. നല്ലൊരു തീമാണ്, നല്ല രീതിയിൽ കണ്ടിരിക്കാൻ പറ്റിയൊരു. പൊതുവെ തേപ്പാണ് അതിൻ്റെ പ്രധാന വിഷയം. ഈ തേപ്പ് എങ്ങനെ കൈകാര്യം ചെയ്തു എന്നുള്ളത് സംവിധായകൻ നല്ല രീതിയിൽ അത് മേക്ക് ചെയ്തിട്ടുണ്ട്. നല്ല പാട്ടുകളുണ്ട്, DOP നന്നായിട്ട് കൈകാര്യം ചെയ്തിട്ടുണ്ട്. നായകൻ സോണി കയറി നിൽക്കി, സോണിയൊക്കെ ഉള്ള നല്ല രീതിയിലുള്ള. പിന്നെ അനൂപിന്റെ വേറെയും പടങ്ങളെയും വർക്ക് ചെയ്തിട്ടുണ്ട്. ജോവൽ അല്ലേ? ജോവൻ ഞാൻ അനൂപിനെ വിളിക്കുള്ളൂ, ആ രീതിയിൽ അറിയാവുന്ന പേര്. അപ്പം ജോവന്റെ കഥയാണ്. ജോവന് നല്ലൊരു കഥാപാത്രം ചെയ്തിട്ടുണ്ട്. പിന്നെ ഹീറോയിൻ ഇല്ലെന്ന് തോന്നുന്നു അല്ലേ? ഇവിടെ ഇല്ല, ന്യൂസിലൻഡിലാണ്. പിന്നെ സുൽഫിയൊക്കെ, പക്ഷേ ഈ പടത്തിന്റെ തുടക്കം പോലെ നമ്മൾ സംസാരിച്ച പല വിഷയങ്ങളും സുൽഫിയുടെ ക്യാരക്ടർ നന്നായിട്ടുണ്ട്. എനിവേ ഫൈനലി നമ്മൾ റിലീസ് ചെയ്തു. ഇത് ഡെഫിനറ്റ്ലി ഒരു ന്യൂ ജനറേഷനുള്ള ഒരു പടമാണ്. അങ്ങനെയാണ് നമ്മളത് പ്ലാൻ ചെയ്തത് ഫ്രം ദ സ്റ്റാർട്ട്. അവർക്ക് വേണ്ടി അവർ തീർച്ചയായിട്ടും പോയി കാണണം എന്നാണ് എൻ്റെ ഒരു റിക്വസ്റ്റ്. ഐ ഹോപ്പ് ദാറ്റ് ദേ വിൽ എൻജോയ് ദിസ് മൂവി. അതുപോലെയാണ് നമ്മൾ റിലീസും പ്ലാൻ ചെയ്തേക്കണേ. ന്യൂ ജനറേഷന് പ്ലാൻ ചെയ്തിട്ട് തന്നെയാണ് റിലീസ് പ്ലാൻ ചെയ്തേക്കണേ. നമ്മളെല്ലാവരും ഈ സ്റ്റോറിയിൽ കാണിക്കുന്നത് നമ്മളെല്ലാവരും ഇതൊക്കെ കുറേയൊക്കെ അനുഭവിച്ചിട്ടുണ്ട്. അങ്ങനെ കുറേ എക്സ്പീരിയൻസസ് ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ ബേസിസിൽ തന്നെയാണ് ജോവിനും കഥ എഴുതിയേക്കണേ. സോ ഫിംഗേഴ്സ് ക്രോസ്, ഹോപ്പ് ഫോർ ദ ബെസ്റ്റ്. ഐ ഹോപ്പ് എവറിബഡി വിൽ ഗോ ആൻഡ് സീ ദിസ് ആൻഡ് എൻജോയ് ഇറ്റ്. താങ്ക് യു സോ മച്ച്. എൻ്റെ പേര് സെറിൻ. ഇതിൽ ഗ്രീറ്റി ആയിട്ട് അഭിനയിച്ചിരുന്നു. അപ്പോൾ കണ്ടപ്പോൾ എക്സ്പീരിയൻസ് എല്ലാവരും വന്ന് കാണണം. നല്ലൊരു റൊമാൻറ്റിക് മൂവിയാണ്. പറയില്ല. ഇല്ല, അവളില്ല, അവൾ ന്യൂസിലാൻഡിലാണ്. എറണാകുളം. ഇതിനകത്തൊരു സീൻ മറക്കാൻ പറ്റില്ല. ഒരു മദ്യപിച്ചിട്ടൊരു ഡയലോഗ്സ് പറയുന്നത്, ആ വണ്ടി കിടന്ന് ഭയങ്കര ശരിയായിരുന്നു ഉണ്ടായിരുന്നല്ലേ? ശരിക്കും ചിരിച്ചു അത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇന്ന് നടക്കുന്ന സമൂഹത്തിൽ നടക്കുന്ന തേപ്പ് എന്ന് പറഞ്ഞാൽ യഥാർത്ഥ പ്രണയം വരെ അത് പറ്റിപ്പാണ്. അത് കാണിച്ചു കൊടുക്കുന്നൊരു സിനിമയാണ് മനോജ് ചേട്ടൻ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ മനോജേട്ടൻ്റെ വവ്വാലും പേരയ്ക്കും ഗംഭീരമായിട്ട്. കാരണം എന്ന് കഴിഞ്ഞാൽ ഒരുപാട് പേര് ഇപ്പോൾ നിങ്ങൾക്ക് ഇനി പുതിയ തലമുറയ്ക്ക് അതുപോലെ പുതിയ സിനിമകൾക്ക് ഭാഗമാവും. നല്ല ആക്ടറാണ് ചെയ്തത്. എല്ലാവർക്കും കോൺസെപ്റ്റ് വെച്ചിട്ടുള്ള ഒരു മൂവിയാണിത്.
അപ്പോൾ ആ ഒരു മൈൻഡ് വെച്ചിട്ട് വേണം വരാൻ. ഇപ്പോൾ ഉള്ള ഒരു ഇത് കിട്ടത്തില്ല നിങ്ങൾക്ക്, എന്നാൽ പോലും ഞങ്ങളുടെ ആ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എല്ലാവരും വന്നതൊന്ന് കാണണം, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. അത്രയേ ഉള്ളൂ. താങ്ക് യു സോ മച്ച്.